നമസ്കാരം. കേരളത്തിൽ ഇനി ആര് ഭരിക്കണം എന്നതിൽ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ വർധനവും ഭരണ നേട്ടവും ഉയർത്തിക്കാട്ടി തുടർ ഭരണ പ്രതീക്ഷയിൽ LDF നിലകൊള്ളുമ്പോൾ കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ തണലിൽ അധികാരത്തിലേറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. പിണറായി വിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തുണയ്ക്കുമെന്ന വിലയിരുത്തലാണ് UDF കേന്ദ്രങ്ങളിലുള്ളത്. വോട്ടെണ്ണുന്ന മെയ് 4 വരെ മുന്നണികൾ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. സാധാരണ തിരഞ്ഞെടുപ്പ് കണക്കുകൾ ശരിയായി നടത്തുക LDF ആണ്. താഴെ തട്ടിലുള്ള അവരുടെ കണക്കുകൾ ഏകദേശം ശരിയായി വരാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി കൃത്യമായ കണക്കുകൾ നൽകാൻ പലപ്പോഴും പാർട്ടി കേന്ദ്രങ്ങൾക്ക് താഴെ തട്ടിൽ തന്നെ കഴിയുന്നില്ല. തോൽക്കുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വിജയിക്കുകയും വിജയിക്കുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ പതിവാണ്. തിരഞ്ഞെടുപ്പ് സംബന്ധമായ പാർട്ടി കണക്കുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി നേതൃത്വവും. അതാണ് പാർട്ടിക്ക് മുന്നിൽ പലപ്പോഴുമുള്ള അനുഭവവും. വോട്ടർമാർ CPMനെ പറ്റിക്കുകയാണോ എന്ന സംശയവും താഴെ തട്ടിലുള്ള പാർട്ടി നേതൃത്വത്തിനുണ്ട്. വോട്ട് ചെയ്യുമെന്ന് പലരും ഉറപ്പ് പറയുമെങ്കിലും അതൊന്നും പലപ്പോഴും വോട്ടായി മാറാറില്ല. സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നത് UDFനെയാണ് തുണയ്ക്കുന്നത് എന്ന സംശയം ഇപ്പോൾ LDF കേന്ദ്രങ്ങളിൽ വരെ ശക്തമാണ്. ഇത് തിരക്കാൻ ഒരു പ്രമുഖ നേതാവിനെ ഫോൺ ചെയ്തപ്പോൾ ലഭിച്ച മറുപടിയും ഞെട്ടിക്കുന്നതായിരുന്നു. തുടർ ഭരണമില്ലെങ്കിൽ വോട്ടിടൂ, പാർട്ടിയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നാണ് ഫോൺ ചെയ്ത ആളിനോട് നേതാവ് പറഞ്ഞത്. ഇത് ഭരണം നഷ്ടമാകുമെന്ന കണക്കുകൂട്ടൽ പാർട്ടി കേന്ദ്രങ്ങളിലുണ്ട് എന്നതിന്റെ തെളിവുമാകുന്നു. ഇതിന് സമാനമായ പ്രതികരണമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും നടത്തിയത്. CPM എന്ന പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അണികൾ ഇക്കുറി UDFന് വോട്ട് ചെയ്യുമെന്നാണ് ആന്റണി പറഞ്ഞത്. ഇതും ഈ പ്രതികരണവുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. CPM അല്ലെങ്കിൽ ഇടതു മുന്നണി ഭരണത്തിൽ വരണമെങ്കിൽ CPMന്റെ അല്ലെങ്കിൽ ഇടതു ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രം വോട്ട് ചെയ്തതുകൊണ്ട് മതിയാകില്ല. ഇത് വളരെ ചെറിയ ഒരളവ് മാത്രമാണ്. ജയിക്കാൻ ഇവരുടെ വോട്ട് മാത്രം മതിയാകില്ല. കുടുംബശ്രീയെക്കുറിച്ച് CPM ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കുടുംബശ്രീ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാൻ CPMന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇടതു സർക്കാർ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വാങ്ങിയവരും കുടുംബശ്രീക്കാരും കൂട്ടത്തോടെ വോട്ട് ചെയ്തെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വന്ന കടുത്ത തോൽവി ഇടതുമുന്നണിക്ക് സംഭവിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ പാർട്ടിക്ക് മുൻപാകെ തന്നെയുണ്ട്. ഇടതുമുന്നണിയെ കാലുമാറുമോ എന്ന സംശയവും പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമാണ്. പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇക്കുറി BJP നല്ല രീതിയിൽ വോട്ട് പിടിക്കും. അത് ഏതൊക്കെ രീതിയിൽ ഇടതുമുന്നണിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ നടത്തി വരുന്നതേയുള്ളൂ. എന്തായാലും ലഭിക്കുക വിജയമോ പരാജയമോ എന്ന കാര്യത്തിൽ CPM പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ ശക്തമാണ്.